നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമിന് തയ്യാറെടുക്കുന്നവർ, ഇപ്പം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നന്മ 24 നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ്. ഈ ബ്രെയിന് ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ന്യൂറോ പാത്വേസിലാണ് മെമ്മറി കീപ്പ് ചെയ്യപ്പെടുന്നത്. ഈ ബ്രെയിനിലെ ന്യൂറോൺസിന് ഏറ്റവും ആവശ്യം ഓക്സിജനാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഓക്സിജൻ കൂടുതലുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത്. മറ്റൊന്ന് അനുലോമ വിരാമം, ഇടപിംഗള നാഡീവ്യൂഹത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ലഭിക്കുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡാണ്. ഈ കൈകൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർബന്ധം ഈ മുദ്രയൊന്നും കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചാലും മതി. പക്ഷേ ഈ ഇങ്ങനത്താണ് അതിൻ്റെ മുദ്ര. തന്ത വിരലുകൊണ്ട് വലത്തെ മൂക്ക് അടച്ചു പിടിച്ച് ഇടത്തെ മൂക്കിലൂടെ നമ്മുടെ കെട്ടിക്കിടക്കുന്ന ഇതിനെ പുറത്തേക്ക് വിടാം. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ടഫായിരിക്കും. അത് കാണുമ്പോൾ തന്നെ വിറച്ച് വിഷമിക്കുന്ന ഒട്ടേറെ പിള്ളേർ കൗൺസിലിംഗ് വരാറുണ്ട്. പാരൻസ് ആയാലും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ സ്ട്രെസ് ടെൻഷൻ വരുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക്. ഇവരുടെ ഓർമ്മശക്തി ബ്ലാക്കൻ ചെയ്തു. അപ്പോൾ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കണം, അയ്യോ 100 മാർക്ക് മേടിച്ചില്ലേ, 90 മാർക്ക് മേടിച്ചില്ലെങ്കിൽ തല്ല് കിട്ടും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കുട്ടി പെട്ടെന്ന് വിറച്ച് ഇവന് അറിയാവുന്നത് പോലും മറന്നു പോകുന്ന ഒരവസ്ഥ, ബ്ലാക്കൻ ചെയ്യുന്ന അവസ്ഥ ഈ സ്ട്രെസ് ടെൻഷൻ ഫിയർ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആണ് മെമ്മറി സൈക്കോളജി പറയാം. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടും. ഇൻട്രസ്റ്റും കോൺസെൻട്രേഷനും ഒരുമിച്ച് വന്നാൽ എന്ത് പറ്റും? അണ്ടർസ്റ്റാൻഡിങ്, അത് മുഴുവനും മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലേക്ക് പോകും. സ്വപ്നത്തെ പ്രേമിക്കാൻ പഠിക്കണം. ഇപ്പം നമ്മൾ കാണുന്ന മറ്റ് പ്രേമങ്ങളല്ല, നമ്മുടെ സ്വപ്നത്തെ, ഡ്രീമിനെ പ്രേമിക്കുന്നവർക്ക് ജീവിതത്തിലും വലിയ നിലയിൽ എത്താൻ സാധിക്കും. പരീക്ഷ എഴുതുമ്പോഴുള്ള ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പരക്കെ കുട്ടികൾ പരാതിപ്പെടുന്നത് അവർക്ക് എഴുതി തീരുന്നില്ല. വലിയ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴേക്കും ഒരു 1-2 ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിടാം. ഫോക്കസ് ചെയ്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ മെമ്മറിയിലേക്ക് പോകുന്നത്. 2 വിട്ടുപോയി, സാരില്ല, ഒന്നുകൂടി റിവൈസ് ചെയ്യുക, റീഫിക്സ് ചെയ്യുക. വെറുതെ പത്രം വായിക്കണം, നോവൽ വായിക്കണമല്ല, റീഡിങ് ടു സ്റ്റഡി എന്ന് പറയുന്ന മെത്തേഡാണ്. നിങ്ങളൊരു സിനിമ കാണാൻ പോവാണ്, ആരെങ്കിലും ഇത് കാണാപ്പാടം പഠിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ ചേരുന്നത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് ജോസ് തച്ചിൽ. ജോസ് തച്ചിലാണ് നമ്മുടെ കൂടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത്. നമസ്കാരം, നന്മ 24ലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ താങ്കൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം നടക്കുകയാണ്, നമുക്കറിയാം ആത്മഹത്യാ പ്രവണതയ്ക്ക് ഒരുപാട് കൂടി വരുന്നു. ചിലപ്പം ഒരു എക്സാമിലേക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞാൽ തന്നെ പിള്ളേർ വല്ലാത്തൊരു ഭയത്തിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊന്ന് എത്തിച്ചാൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുക. ശരി, താങ്ക് യു. എൻ്റെ പേര് ജോസ് തച്ചിലാണ്. ഞാനൊരു ഇൻറ്റേർണൽ ഓഡിറ്ററാണ്, സൈക്കോളജിസ്റ്റാണ്, ട്രെയിനറാണ്, നർച്ചർ കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻ്ററിൻ്റെ ഡയറക്ടറാണ് കാക്കനാട്. പോസിറ്റീവ് കമ്മ്യൂണിറ്റി എന്നൊരു സംഘടന, വളരുക, വളർത്തുക, അതുവഴി ആനന്ദം കണ്ടെത്തുക എന്ന സംഘടനയുടെ കൊച്ചി ചാപ്റ്ററിൻ്റെ ചെയർമാനും, കുട്ടികളുടെ എംപവർമെൻറ്റ്, സ്റ്റുഡൻസ് ഫോറത്തിൻ്റെ കുട്ടികളുടെ എംപവർമെൻറ്റിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്, അതിൻ്റെ സംസ്ഥാന ഡയറക്ടറുമാണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒട്ടേറെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിലും സ്കൂളുകൾ ദത്തെടുത്ത് അവരെ സ്പോൺസർ ചെയ്ത് 8 കുട്ടികളെ 8, 9, 10 3 വർഷം അവരെ മെൻറ്റർ ചെയ്ത് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് പഠനതന്ത്രങ്ങൾ പഠിപ്പിച്ച് ലൈഫ് സ്കില്ല് പഠിപ്പിച്ച് മെൻ്റൽ ഹെൽത്തൊക്കെ ബെറ്ററാക്കി അവരെ നല്ല സ്റ്റുഡൻസാക്കി, നല്ല മിടുക്കരാക്കി മാറ്റുക എന്നുള്ളൊരു ദൗത്യവുമായി ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു നല്ല സംരംഭത്തിന്, നന്മയ്ക്ക് അതിൻ്റെ ശില്പി പ്രദീപ് സാർ വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരുപാട് നമ്മൾ കാണാറുണ്ട് ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുട്ടി മോളിൽ നിന്ന് ഒരു എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ എന്നുള്ളത് അറിയില്ല, നല്ല മയക്കുമരുന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എക്സാം എഴുതുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സാമിൻ്റെ സമയത്ത്, ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് സുഖമായിട്ട് നല്ല കൂളായിട്ട് പോയി എക്സാം എഴുതാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. യെസ്, ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ക്രമീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക,
അവർ പഠിക്കുമ്പോൾ ശല്യപ്പെടുത്തുന്ന രീതിയിൽ TV ഒച്ചപ്പാട് ഒക്കെ ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് പാരൻസ് വഴക്കുണ്ടാക്കുക, കുട്ടികളുടെ പിന്നാലെ നടന്ന് ചൊറിയുക. കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ചൊറിച്ചിലാണ്, ഞങ്ങളെ ഉപദേശമാണെന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അവർ പഠിച്ചോട്ടെ, അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക. മിടുക്കനാണ്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും അവർ ഇറിറ്റേറ്റ് ചെയ്ത് അവർക്ക് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കരുത്. ആ കുട്ടി അങ്ങനെയാണ്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. നോ കമ്പാരിസൺ, നോ കംപ്ലൈൻറ്റ്, നോ ക്രിറ്റിസിസം. അത് 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് അവരെ കൂളായിട്ട് വിടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് അവിടെ ആ പഠന ടേബിള് അവരവരുടെ സൗകര്യങ്ങളനുസരിച്ചാണ്, അവിടെ വലിയ ടേബിളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പഠിക്കുന്ന സ്ഥലത്ത് അനാവശ്യമായ പുസ്തകങ്ങളും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ. ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏതാണോ പരീക്ഷയ്ക്കുള്ള ഏത് പുസ്തകമാണോ ആ സബ്ജക്റ്റ് പുസ്തകങ്ങൾ മാത്രം, അത് ബന്ധപ്പെട്ട കാര്യങ്ങളും വൃത്തിയായും അടുക്കും ചിട്ടയോടുകൂടി ആ മേശപ്പുറത്ത് അല്ലെങ്കിൽ ആ ഉള്ള സ്ഥലത്ത് വെക്കാൻ സാധിക്കുക. കാരണം നമ്മൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നണം, മാനസികമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് തോന്നണം. ഏറ്റവും ഒന്നാമത്തെ കാര്യം അതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അടുത്തതാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാം, കൂടുതൽ പഠിക്കാം, നന്നായിട്ട് ചെയ്യാം എന്നുള്ളത്. അതിന് കൃത്യമായൊരു ടൈം ടേബിൾ കുട്ടികളുണ്ടാവണം, ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവണം. അത് 3 രീതിയിലാണ് അത്. ഒന്നാമത്, ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് എപ്പോൾ എഴുന്നേൽക്കുന്നു, എത്ര സമയം പഠിക്കുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഒരു അല്പസമയം വിശ്രമത്തിന് മാറ്റി വയ്ക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ബ്രീത്ത് ചെയ്തോ ഒന്ന് ഉഷാറായിട്ട് വീണ്ടും തിരിച്ചു വരാം. കാരണം മെമ്മറി സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3/4 മണിക്കൂർ ആകുമ്പോഴേക്കും അത് പയ്യെ താഴ്ത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഫ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ടൈം ടേബിൾ കൃത്യമായിട്ട് എഴുതി വെച്ച്, അവിടെ കാണത്തക്ക രീതിയിൽ തന്നെ എഴുതി വെച്ച് അത് കൃത്യമായിട്ട് പാലിക്കണം. അല്ലെങ്കിലാണ് പാരൻസ് വന്നുകൊണ്ട് പിന്നാലാണെന്ന് പഠിക്കുന്നു പറയാനായിട്ട് ഇടവരുത്തേണ്ട ആവശ്യം വരില്ല നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് പോകുമ്പോൾ. പിന്നെ ഏത് പരീക്ഷയാണോ, ഏത് സബ്ജക്റ്റാണോ, ഓരോ ദിവസങ്ങളും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, സബ്ജക്റ്റ് മനസ്സിലാക്കുക, എത്ര സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റുകളിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്, അതനുസരിച്ചിട്ട് വേണം. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത്രയും നാളും വായിച്ച് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ അതിനൊരു മെത്തേഡ് പറയാം. രണ്ടാമത്തെ ടൈം മാനേജ്മെൻറ്റ് വരുന്നത് പരീക്ഷ ഏതൊക്കെയാണ്, എന്നൊക്കെയാണ്, ഏത് സമയത്താണ് പരീക്ഷയുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. അതിവിടെ എഴുതി വെച്ചിരിക്കണം, നിങ്ങളുടെ ടേബിളിൻ്റെ അവിടെ നിങ്ങളുടെ സ്ഥലത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. ഒരു കാരണവശാലും അത് മറന്നു പോകരുത്, കറക്റ്റായ ധാരണ ഉണ്ടാവണം. മൂന്നാമത്തേതാണ് ടൈം മാനേജ്മെൻറ്റ്. പരീക്ഷ എഴുതുമ്പോഴുള്ള ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പരക്കെ കുട്ടികൾ പരാതിപ്പെടുന്നത് അവർക്ക് എഴുതി തീരുന്നില്ല, പരീക്ഷയ്ക്ക് സമയം തികഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വാങ്ങിച്ച് ടൈം വെച്ചിട്ട് അല്ലെങ്കിൽ ടൈം വെച്ചിട്ട് നിങ്ങൾ ആ പരീക്ഷ എഴുതണം. അപ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് എഴുതി തീർക്കാൻ പറ്റും. പരീക്ഷയെ പേടിയുള്ള കുട്ടികൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. കാരണം എന്താണ്, ഓൾറെഡി നിങ്ങൾ പരീക്ഷ പല പ്രാവശ്യം എഴുതിയതാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ടൈം വെച്ചിട്ട്, അപ്പോൾ അതിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു ചെറിയ കുറച്ചുകൂടി കൂടുതൽ മാർക്കിൻ്റെ ഉണ്ടാവും, എസ്സേസ് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിനും അറിയാൻ പാടില്ലാത്ത ഇങ്ങനെ ആലോചിച്ചിരിക്കുകയല്ല, വേഗത്തിൽ ചെറുതിന് അല്പസമയം, മിഡിലിന് കുറച്ചുകൂടി സമയം, ആ സമയം ക്രമീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഉള്ളതാണ് പഠിക്കുന്നത് എങ്ങനെയാണ്. 5 R, ഇംഗ്ലീഷിൽ R എന്ന അക്ഷരങ്ങൾ, 5 Rs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കൊല്ലം മുഴുവൻ പഠിച്ച് വന്നിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ആദ്യത്തെ R പറയുന്നത് റീഡ്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, പാസീവ് റീഡിംഗ് ഉണ്ട്, ചുമ്മാ അങ്ങനെ വായിച്ചു പോവാം, ഒന്നും തലയിൽ കയറില്ല. ഫോക്കസോടുകൂടി, അറ്റൻഷനോടുകൂടി. നമുക്കറിയാം സൂര്യപ്രകാശം ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഒരു ലെൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു പഞ്ഞിയോ പേപ്പറോ വെച്ച് കഴിഞ്ഞാൽ അത് കത്തി പിടിക്കും. കണ്ടോ, ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. ഫോക്കസ് ചെയ്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് എഴുതുക, ഷോർട്ട് നോട്ട് എഴുതുക. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് റിവിഷൻ. വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിന് കൃത്യമായ ഇതുകളുണ്ട്. ഞാനിപ്പോൾ പരീക്ഷ കാലത്ത് പറയാനായിട്ട് വീണ്ടും പറയുന്നതായിരിക്കും അത്. കാരണം 24 hours റിവൈസ് ചെയ്യണം, വീക്കെൻഡ്, മന്ത് എൻഡ് എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ ഹോൾ ഇയറിൽ പഠിക്കുമ്പോഴുള്ളതാണ്. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അതിനെ വീണ്ടും റിവൈസ് ചെയ്യുക.
ആ പ്രധാന പോയിന്റുകൾ. രാത്രി കിടക്കാൻ നേരത്ത് ഏത് ടഫായതായാലും രാത്രി കിടക്കാൻ നേരത്ത് ഈ പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വായിച്ചിട്ട് കിടക്കുക. എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈ വായിച്ചിട്ട് ഇതേ പോയിന്റുകൾ ഒന്നുകൂടി 1-2 പ്രാവശ്യം റിവൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. 2-6 ഒന്നാമത്തെ റീഡ്, രണ്ടാമത്തെ റിവിഷൻ, വീണ്ടും റിവൈസ് ചെയ്യുക, മൂന്നാമത്തെ റീകോൾ. ഈ പഠിച്ച് റിവൈസ് ചെയ്ത് കഴിയുന്ന കാര്യങ്ങളെ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, എഴുതി വെക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോഴാണ് റിവ്യൂ ഒത്തു നോക്കുക ശരിക്കുള്ളതായിട്ട്. അപ്പോഴാണ് 1-2 വിട്ടുപോയി, സാരില്ല, ഒന്നുകൂടി റിവൈസ് ചെയ്യുക, റീഫിക്സ് ചെയ്യുക ബ്രെയിനിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും അത് ലഭിക്കും. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സിമ്പിൾ മെത്തേഡാണത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ എങ്ങനെയാണ് പഠനം ക്രമീകരിക്കേണ്ടതെന്നുള്ളത്. ഈ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ റീഡിങ്ങിൻ്റെ പ്രത്യേകത പാസീവ് റീഡിംഗ് ഉണ്ട്, വെറുതെ പത്രം വായിക്കണം, നോവൽ വായിക്കണമല്ല. റീഡിങ് ടു സ്റ്റഡി എന്ന് പറയുന്ന മെത്തേഡാണ്. അതിനകത്താണ് ഫോക്കസ്ഡ്, പൂർണ്ണമായും ഫോക്കസ് ചെയ്ത് വായിച്ച് പഠിക്കേണ്ട ഒരു സംഭവം. മറ്റൊന്ന്, ഓർമ്മശക്തി എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് നിങ്ങൾക്കറിയാം. ഓർമ്മശക്തി നമ്മളിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ICU എന്ന് പറയും. എന്തായിരിക്കും ICU? I ഫോർ ഇൻട്രസ്റ്റ്. നമ്മൾ സാധാരണ ആശുപത്രിക്കാരുടെ ICU അല്ല കേട്ടോ, ഇത് I ഫോർ ഇൻട്രസ്റ്റ്, C ഫോർ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു സിനിമ കാണാൻ പോവാണ്, ആരെങ്കിലും ഇത് കാണാപ്പാടം പഠിക്കുന്നുണ്ടോ? ഇല്ല. ആ 3 മണിക്കൂറുള്ള സിനിമ 10 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് മുഴുവൻ വള്ളി തെറ്റാതെ പറയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? നല്ല ഇൻട്രസ്റ്റോട് കൂടിയാണ് പഠിക്കുന്നത്. ഇപ്പം ഇൻട്രസ്റ്റ് കൂടിയാണ് നിങ്ങൾ ആ സിനിമ കാണുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ എന്തുണ്ടാവും? സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഉണ്ടാവും, ഏകാഗ്രത ഉണ്ടാവും. ആ സിനിമ കാണുന്ന സമയത്ത് അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തട്ട് കൊടുക്കും, ഇതിനകത്ത് മാത്രം ശ്രദ്ധിച്ചിരിക്കും. ഈ ഷോൾഡറൊക്കെ ഇങ്ങനെ നിവർന്നായിരിക്കണം. പഠിക്കാനിരിക്കുമ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞുകൂടി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടും. ഇൻട്രസ്റ്റും കോൺസെൻട്രേഷനും ഒരുമിച്ച് വന്നാൽ എന്ത് പറ്റും? അണ്ടർസ്റ്റാൻഡിങ്, അത് മുഴുവനും മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ താല്പര്യത്തോടു കൂടി പഠിക്കണം. എങ്ങനെയാണ് താല്പര്യം ഉണ്ടാവുക? അപ്പോൾ താല്പര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ താല്പര്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാവണം, ആ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കണം, അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കണം, അത് അച്ചീവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഡ്രീം ഉണ്ടാവണം, നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നമുള്ളവർക്കാണ് ഇൻട്രസ്റ്റ്. സ്വപ്നത്തെ പ്രേമിക്കാൻ പഠിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റ് പ്രേമങ്ങളല്ല, നമ്മുടെ സ്വപ്നത്തെ, ഡ്രീമിനെ പ്രേമിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ നിലയിൽ എത്താൻ സാധിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതാണ് നമ്മളുടെ റിവിഷൻ, അതിൽ കോൺസെൻട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ. ഏതായാലും ഇപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്കും കുറേ പഠിക്കാൻ പറ്റി കേട്ടോ. കുറേ അറിയാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊന്ന്, ഇപ്പം എക്സാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. എക്സാം നടക്കുവാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ അപ്പം നമ്മൾക്ക് എല്ലാ കുട്ടികളും ഒരേപോലെ ഇരിക്കില്ലല്ലോ, വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് കൂടുതൽ കഴിവുണ്ടാവും. ഒരു പ്രാവശ്യം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നവരായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പം മാർക്ക് ചിലർക്ക് കൂടുതലുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരായിട്ടൊന്നും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ഓരോ കുട്ടികൾക്കും ഓരോ ബുദ്ധിശക്തി ഇതുണ്ട്. ചിലർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ അടുത്ത് ദേഷ്യപ്പെടാതെ, അല്ലേ, മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതെ, നോ കമ്പാരിസൺ, നോ ക്രിറ്റിസിസം, നോ കംപ്ലൈന്റ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കുട്ടികളെ കാണേണ്ടത്, കുട്ടികളുടെ അടുത്ത് പെരുമാറേണ്ടത്. അപ്പോൾ കുട്ടികളും തീർച്ചയായും നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ പെരുമാറും. കുട്ടികളെ സ്നേഹിക്കാൻ പഠിക്കുക, അല്ലേ? ആദ്യം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരോട് തുറന്നു പറയാനും, അവരോടൊപ്പം തമാശകൾ പറയാനും, അവരോടൊപ്പം ചേർന്നിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഈ മൊബൈലിൻ്റെ കൂടെ എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ തോണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ അങ്ങനെ ഒരു അകൽച്ച ഇപ്പോഴത്തെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഏതായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലേ? അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം. കുറച്ച് മാർക്ക് കിട്ടുമ്പോഴേക്കും എന്താ കുറഞ്ഞു പോയെന്ന് ചോദിച്ച് പറയുമ്പോൾ അവർക്ക് പേടിയാവും. എന്തുകൊണ്ടാണ് പരീക്ഷാ ഫിയർ വരുന്നത്? ഒരു വശത്ത് പാരൻസ് കിട്ടി കുറഞ്ഞോ എന്ന് ചോദിക്കും, മറുവശത്ത് ടീച്ചേഴ്സിൻ്റെ ഒരു ടാർഗറ്റ്. ഇതെല്ലാം കൂടി വരുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ പാരൻസും ടീച്ചേഴ്സും എല്ലാം ഇവരുടെ തലയിലേക്ക് വലിയൊരു ഭാരം ഇറക്കി വയ്ക്കുന്നത്.
ചില കുട്ടികൾ ഓഡിറ്ററി ആയിരിക്കും, അവർക്ക് കേട്ട് പഠിക്കാനായിരിക്കും പറ്റുന്നത്. ചില കുട്ടികൾ വിഷ്വലായിരിക്കും, അവർക്ക് കണ്ടു പഠിക്കാനായിരിക്കും പറ്റുന്നത്. ചിലർക്ക് കൈനസ്തെറ്റിക്, എഴുതി പഠിക്കുവാനായിരിക്കും, ചെയ്ത് പഠിക്കാനായിരിക്കും താല്പര്യം. അപ്പോൾ കുട്ടികളെ എന്തിനാണെന്ന് വെച്ചാൽ മറ്റൊരു ട്രിക്കാണ്, കേട്ട് പഠിക്കുന്നവർ ഉച്ചത്തിൽ വായിച്ച് എഴുതിയും വായിച്ചും ഒപ്പം പഠിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ ഒപ്പം നടക്കണം: കാണുന്നു, എഴുതുന്നു, വായിക്കുന്നു. ചിലർക്ക് കാണുന്നത് വിഷ്വൽ ഭയങ്കര ഹൈയായിരിക്കും, കണ്ട് അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക. അങ്ങനെയുള്ളൊരു നല്ല കളർ പെൻസിലൊക്കെ വെച്ച് പ്രധാന പോയിന്റ്സൊക്കെ കളർ ചെയ്യാനായിട്ട് സാധിക്കുക. മറ്റു ചിലർ ഒരു പൂവിൻ്റെ പടമൊക്കെ വരച്ചിട്ട് ഓരോ ഇതളിലും പോയിന്റ് എഴുതി വെച്ച് അങ്ങനെ തന്നെ ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു വശത്ത് ഈ എക്സാം ടെൻഷൻ, സ്ട്രെസ് ഇല്ലാതെ വളരെ കൂളായിട്ട് എക്സാമിനെ കടക്കുക. എക്സാം വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് പകർത്തി വയ്ക്കാന്നുള്ളൂ. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ടഫായിരിക്കും, അത് കാണുമ്പോൾ തന്നെ വിറച്ച് വിഷമിക്കുന്ന ഒട്ടേറെ പിള്ളേർ കൗൺസിലിംഗ് വരാറുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കിട്ടിയ മാർക്ക്, കാരണം അവസരങ്ങൾ ഇനി കിടക്കാണ്. നമുക്കിനിയും അടുത്ത പരീക്ഷകൾ വരുമ്പോഴേക്കും 10 കുട്ടികൾക്കാണെങ്കിൽ അവിടെ കിട്ടിയ മാർക്ക് കൊണ്ട് 12 +1 +2 വരുമ്പോഴേക്കും നേരത്തെ കൂട്ടി നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാന്നുള്ളൂ. ഇനിയും പാരൻസ് ആയാലും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ സ്ട്രെസ്, ടെൻഷൻ വരുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾക്ക്. ഇവരുടെ ഓർമ്മശക്തി ബ്ലാക്കൻ ചെയ്തു പോകും. അപ്പോൾ പരീക്ഷയ്ക്ക് എന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കണം, അയ്യോ 100 മാർക്ക് മേടിച്ചില്ലേ, 90 മാർക്ക് മേടിച്ചില്ലെങ്കിൽ തല്ല് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടി പെട്ടെന്ന് വിറച്ച് ഇവന് അറിയാവുന്നത് പോലും മറന്നു പോകുന്ന ഒരവസ്ഥ, ബ്ലാക്കൻ ചെയ്യുന്ന അവസ്ഥ ഈ സ്ട്രെസ്, ടെൻഷൻ, ഫിയർ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആണ് മെമ്മറി സൈക്കോളജി പറയുക. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികൾ അങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. പാരൻസ് ആയാലും അവരെ പ്രോത്സാഹിപ്പിക്കുക, കൊള്ളാം പിടിക്കുക എന്നുള്ള ഇതിൽ അവരൊന്ന് പ്രോത്സാഹിപ്പിച്ചുവിടാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, ഈ ഒരു എക്സാം നടക്കുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും എക്സാമിന് പോകുമ്പോൾ ഇപ്പോൾ 10-ലെ 12-ലെ കുട്ടികളാണെങ്കിൽ തലേ ദിവസം തന്നെ വൈകുന്നേരം എല്ലാ കുട്ടികളും തലേ ദിവസം തന്നെ അവരുടെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. അല്ലെങ്കിൽ പോകാൻ നേരത്തെ അതെടുത്തില്ല അവിടെ ചിലപ്പോൾ കണ്ടില്ല, അതൊരു ടെൻഷനാണ്. തലേ ദിവസം തന്നെ ബാഗിൽ നിങ്ങളുടെ പേന, പെൻസിൽ, ബോക്സ്, 10-12 കുട്ടികളാണെങ്കിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് തലേ ദിവസം വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാലത്ത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പരീക്ഷയുടെ അന്ന് കാലത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ച് സ്ട്രെസ്സാക്കരുത്. കൂട്ടുകാർ അവിടെ ചെല്ലുമ്പോഴേക്കും പറയാണ്, നീ ഇത് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട, ഇതൊന്നും ശ്രദ്ധിക്കുക പോലും, കൂട്ടുകാരായിട്ട് ഡിസ്കസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് പരീക്ഷകളിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊന്നും പരീക്ഷകളിൽ കൊണ്ടുപോകരുത്. അലൗഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. വാട്ടർ, ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണ്, അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ കൂടെ കൊണ്ടുപോവുക, വെള്ളം കുടിക്കണം ഇടയ്ക്ക്. അപ്പോൾ പരീക്ഷ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷ ചെല്ലുമ്പോഴേക്കും ഒന്ന് ബ്രീത്ത് ചെയ്ത്, ഇപ്പോൾ പിന്നീട് ഒരിക്കലും ബ്രീത്തിങ് പഠിപ്പിക്കാം. ഇപ്പോൾ ഒരു ബ്രീത്തിങ് സാവധാനം ഒന്ന് ബ്രീത്ത് ചെയ്ത് കണ്ണടച്ചിരുന്ന് ഇഷ്ടദൈവങ്ങളെ കാണിക്കാം. യെസ്, ബ്രീത്തിങ് പരീക്ഷാ ഹോളിലിരുന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിലും പരീക്ഷാ ഹോളിൽ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അനുലോമ വിരാമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രീത്തിങ് മെത്തേഡാണ്. ഈ ബ്രെയിന് ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ന്യൂറോ പാത്വേസിലാണ് മെമ്മറി കീപ്പ് ചെയ്യപ്പെടുന്നത്. ഈ ബ്രെയിനിലെ ന്യൂറോൺസിന് ഏറ്റവും ആവശ്യം ഓക്സിജനാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഓക്സിജൻ കൂടുതലുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത്. മറ്റൊന്ന് അനുലോമ വിരാമം, ഇടപിംഗള നാഡീവ്യൂഹത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ലഭിക്കുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡാണ്. ഈ കൈകൾ ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ നിർബന്ധം ഈ മുദ്രയൊന്നും കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചാലും മതി. പക്ഷേ ഈ ഇങ്ങനത്താണ് അതിൻ്റെ മുദ്ര. തന്തവിരലുകൊണ്ട് വലത്തെ മൂക്ക് അടച്ചു പിടിച്ച് ഇടത്തെ മൂക്കിലൂടെ നമ്മുടെ കെട്ടിക്കിടക്കുന്ന ഇതിനെ പുറത്തേക്ക് വിടുക. എക്സെയിൽ, പുറത്തേക്ക് വിടുക. അതിലെ തന്നെ സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹെയിൽ സ്ലോലി. ഇടത്തെ മൂക്ക് അടച്ചു പിടിക്കുക, വലത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. എക്സെയിൽ, വലത്തെ മൂക്കിലൂടെ തന്നെ എടുക്കുക. ഇൻഹെയിൽ. ലാസ്റ്റ് ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഒന്നുകൂടി കാണിച്ചാൽ ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത് നാഡീശോചനക്രിയ എന്നുള്ള ഒരു ഇതാണ്. അനുലോമ വിരാമം എന്ന് പറയും. 2 ഇടപിംഗള നാഡീവ്യൂഹത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ എനർജി തരുന്നതാണ്. നല്ല എനർജി കിട്ടും. തലവേദന ഒക്കെ ഉള്ള പിള്ളേർക്ക് തലവേദന കുറയും, മൈഗ്രെയിൻ കുറയും, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പിടിച്ചാലും മതി. അതല്ലെങ്കിൽ ഇച്ചിരി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യണം. താല്പര്യം ഇങ്ങനെ ഇതാണ്, തന്തവിരലും ചെറിയ 2 വിരലും. വലത്തെ മൂക്ക് ആദ്യം അടച്ചു പിടിക്കുന്നു, ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു, സാവധാനം ഉള്ളിലേക്ക് എടുക്കുന്നു. ഇടത്തെ മൂക്ക് അടച്ചു പിടിക്കുന്നു, വലത്തെ മൂക്കിലൂടെ സാവധാനം പുറത്തേക്ക് വിടുന്നു, സാവധാനം ഉള്ളിലേക്ക് എടുക്കുന്നു. ഇടത്തെ മൂക്കിലൂടെ വീണ്ടും വലത്തെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു.
ക്ലിയർ അല്ലേ അത്യാവശ്യം? തീർച്ചയായിട്ടും ഇത് മിക്കവാറും നമുക്കൊരു മൈൻഡ് തന്നെ ഒന്ന് റെഡി ആകും അല്ലേ, ഒന്ന് കൂളാകും. എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. പരീക്ഷയ്ക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചൂണ്ടിക്കാണിച്ചത്. എക്സാം ഹോളിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് കണ്ണടച്ച് ഇഷ്ടദൈവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സ് ശാന്തമാക്കുക. പരീക്ഷ പേപ്പർ കിട്ടുമ്പോഴേക്കും ഓടിച്ചൊന്ന് നോക്കുക, പരീക്ഷ പേപ്പർ ഓടിച്ചു നോക്കുക. അപ്പോൾ ചില ഒന്ന് രണ്ടെണ്ണം അറിയില്ല, സാരില്ല, അറിയാവുന്ന കുറേ ഉണ്ട്, അങ്ങനെ ആശ്വസിക്കണം. പിന്നെ വേണമെങ്കിലും ഒന്ന് പറയാം, ഐ ആം സ്ട്രോങ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഹാപ്പി, ഐ ആം ഇൻ്റലിജൻറ്റ്, ഇതൊക്കെ ഒന്ന് ഉള്ളിൽ പറയാം ഇച്ചിരി ശക്തി കിട്ടാൻ വേണ്ടി. എന്നിട്ട് പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് എഴുതണം. ആദ്യത്തെ പേജൊക്കെ വളരെ നീറ്റായിട്ട് എഴുതാം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീട്ടി അങ്ങ് അറ്റം വരെ ഗുരുരാന്ന് എഴുതരുത്. മിക്കവാറും റൂൾഡ് പേപ്പറാണ്, മുകളിലും താഴെയൊക്കെയാണ്. റൈറ്റ് സൈഡിൽ ഒരു പൊട്ടിക്ക സ്ഥലം ഒരു തുമ്പ് വരെ എഴുതാതിരിക്കുക. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതുക. ആ ചെറിയ വൺ വേർഡ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് കുറേ സമയം കളയരുത്, വേഗത്തിൽ അതെല്ലാം എഴുതുക. എഴുതി ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് എഴുതുക. അടുത്തതിലേക്ക് കഴിയുമ്പോൾ വലിയ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴേക്കും ഒരു 1-2 ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിടാം. കാരണം എന്താ അറിയാമോ, അവസാനം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 മിനിറ്റ് ഓടിച്ചു നോക്കുമ്പോൾ ഏതെങ്കിലും പോയിന്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. വലിയ ക്വസ്റ്റ്യൻ, ചെറുതിനല്ല വലുതിന്. അപ്പം എല്ലാ ക്വസ്റ്റ്യനും അറിയാവുന്നത് ആദ്യം എഴുതി വേഗം പോകുക. അറിയാൻ പാടില്ലാത്ത ആലോചിച്ചിരുന്ന് സമയം കളയാതിരിക്കാനാണ്. എല്ലാം അറ്റംപ്റ്റ് ചെയ്യണം, എല്ലാം എഴുതണം. അവസാനം വരുമ്പോൾ ആ ലാസ്റ്റ് വിട്ടത് കൂടിയും കൃത്യ നമ്പർ ഇട്ട് എഴുതുക. പരീക്ഷയ്ക്ക് ഒരു 2-3 മിനിറ്റ് മുമ്പ് നിർത്തിയിട്ട് എഴുതിയതിന് ക്വസ്റ്റ്യൻസ് നമ്പർ ശരിയാണോ, ആ വിട്ടുപോയ സ്ഥലത്ത് എന്തെങ്കിലും ഇടയ്ക്ക് ഉറക്കം കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേഗം എഴുതി വെക്കണം. അത് എഴുതി വെച്ചിട്ട് ആ വിട്ടുപോയ 2 വരി ഇട്ടിട്ടുണ്ട് നമ്മൾ അവിടെ പെട്ടെന്ന് എഴുതി ചേർക്കാനും ഏറ്റവും ഭംഗിയായിട്ട് കൃത്യം പേജ് നമ്പറൊക്കെ ഇട്ട് കൃത്യമായിട്ട് ടാഗ് ചെയ്ത് വളരെ സന്തോഷത്തോടെ കൊടുക്കുക. പരീക്ഷ കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ ആയിട്ട് പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. കാരണം അത് എഴുതിയില്ല ടെൻഷൻ അടിക്കരുത്. പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡിസ്കസ് ചെയ്യേ വേണ്ട, നിങ്ങൾ എഴുതിയത് മതി, അത്ര മാർക്ക് മതി, വീട്ടിൽ പോക്കോ. അടുത്ത പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് വരിക. ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്താലും കുഴപ്പമില്ല. പരീക്ഷ ഇതുപോലെ കൃത്യമായിട്ട് വൃത്തിയും മെനയായിട്ടും വേഗത്തിൽ എഴുതണം. ആ സമയത്ത് എഴുതി പരിശീലനം നേരത്തെ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 2-3 പ്രാവശ്യം ടൈം വെച്ച് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പരീക്ഷ എഴുതി കിട്ടിയ മാർക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഏതായാലും വളരെ വിലപ്പെട്ട ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾ എക്സാം എഴുതുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, അതുപോലെ നമ്മുടെ ബ്രീത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈൻഡ് കൂളാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, നന്മ 24 പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത്. ഏതായാലും ഒറ്റ കാര്യം, ആ പരീക്ഷ ഹോളിലിരുന്ന് ഈ ബ്രീത്തിങ് ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയ ആളുകൾ കാണുമല്ലോ. ആ സമയത്ത് ചെയ്യേണ്ടത് ഡീപ് ബ്രീത്തിങ് എന്ന് പറയും. നമ്മൾ ഒന്നും അറിയാത്തവർ ശാന്തമായിട്ടിരിക്കുക, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, 1, 2, 3 എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഒന്നും അറിയില്ല, ചുമ്മാ സിമ്പിളായിട്ടിരുന്നു, ഇത്രയേ ഉള്ളൂ. സാവധാനം എടുക്കുക, പുറത്തേക്ക് വിടുക. അത് മാത്രം പരീക്ഷ ഹോളിൽ. ശരി. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളത് പരിശീലിക്കുക. എക്സാമിനെ കൂളായി നല്ല മൈൻഡോടുകൂടി കാണുക. ഒരുപാട് ടെൻഷനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നല്ല മൈൻഡോട് കൂടി തന്നെ എക്സാം എഴുതാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24. താങ്ക് യു. നന്മ 24 ഞാൻ പ്രത്യേകം സുഹൃത്ത് പ്രതീക്ഷ നന്ദി പറയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നത്, ഞങ്ങളും പോസ്റ്റ് കമ്മ്യൂണിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ വളരെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. വളരെ സന്തോഷമുണ്ട്. കൂടുതൽ നന്മ, വീണ്ടും നന്മ നിറയട്ടെ ഈ സമൂഹത്തിൽ. നന്മ 24 ഈ ഒരു ചാനല് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള ചാനലാണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ജനങ്ങൾ അറിയേണ്ട, ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാലേ അത് ചെയ്യാൻ സാധിക്കൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തിയത്. ഏതായാലും താങ്കളെപ്പോലുള്ള ആളുകൾ നല്ല സന്ദേശം നൽകിയതിനോട് നന്ദി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസ.